ഫ്രണ്ട്സ്, വെൽക്കം ടു ജാനൂസ് നാടൻ കിച്ചൺ. കയ്പില്ലാതെ പാവയ്ക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ റെസിപ്പി. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 പാവയ്ക്കയാണ് അതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നല്ല കയ്പുള്ള പാവയ്ക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, കടുക്, ഉലുവ. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അച്ചാർ പൊടി, ഒരു ശർക്കര, ഇത്രയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പാവയ്ക്ക ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മി മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ തിരുമ്മി മാറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. പാവയ്ക്കയ്ക്ക് കയ്പാണെങ്കിലും ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. പ്രമേഹ രോഗികൾക്ക് ഷുഗർ ലെവൽ കുറയ്ക്കാൻ ഏറ്റവും പ്രധാന വെജിറ്റബിളാണ് പാവയ്ക്ക. പാവയ്ക്ക സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 1/2 സ്പൂൺ ഉലുവാപ്പൊടിയാണ്. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് അച്ചാർ പൊടിയാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് വെനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ പൊടിച്ച ശർക്കരയാണ്. 1 സ്പൂൺ പൊടിച്ച ശർക്കര ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കയ്പില്ലാത്ത പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇത് ഒരു ബോട്ടിലിലോട്ട് ഒഴിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.